NCP മന്ത്രിസ്ഥാനത്തേക്ക് തോമസ് കെ തോമസിന് കുരുക്കായത് കൂറുമാറാനുള്ള 100 കോടിയുടെ ഓഫർ. അജിത് പവാർ പക്ഷത്തേക്ക് ചേരാൻ കോവൂർ കുഞ്ഞുമോനും ആന്റണി രാജുവിനും വാഗ്ദാനം ചെയ്തത് 50 കോടി വീതം. നിർണായക വിവരം CPM സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്ത മുഖ്യമന്ത്രി. സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ കേരളത്തിലെ LDF MLA-മാർ നാണം കെട്ട കാര്യം ചെയ്യില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ. ദിവ്യക്കെതിരെ സംഘടനാപരമായ നടപടിക്കൊരുങ്ങി CPIM. ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തേക്കും. തീരുമാനം ബുധനാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റിൽ നിന്നും സൂചന. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ദിവ്യക്ക് പാർട്ടി നിർദ്ദേശം നൽകിയതായും വിവരം. ഉപതെരഞ്ഞെടുപ്പിൽ 1ാം ഘട്ടം പൂർത്തിയാക്കാനൊരുങ്ങി സ്ഥാനാർത്ഥികൾ. ചേലക്കരയിൽ LDF കൺവെൻഷൻ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. NDA സംസ്ഥാന നേതൃയോഗം ഇന്ന് പാലക്കാട്. കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ. റിപ്പോർട്ട് 5 വർഷം പൂർത്തിയതിലെ ഗൂഢാലോചന അന്വേഷിക്കണം. റിപ്പോർട്ട് സുപ്രീം കോടതി വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ. ചുഴലിക്കാറ്റ് തീരം തൊട്ടു. ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ ശക്തമായ കാറ്റും മഴയും. ഒഡീഷയിൽ 14 ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ്. കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. രണ്ട് സൈനികർ വീരമൃത്യു വരിച്ച ഗുൽമാർഗ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഭീകര സംഘടനയായ PAFF. തെരച്ചിൽ ഊർജിതമാക്കി സൈന്യം. കാശ്മീരിൽ കനത്ത ജാഗ്രത. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം. മത്സരം രാത്രി 7:30 കലൂരിൽ. പരിക്കിനെ തുടർന്ന് മാറി നിന്ന ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇന്നിറങ്ങും.